Hi dear students, I am Dr. Mashur. Welcome to my class. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ജെനറ്റിക്സ് എന്ന ഭാഗമാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ജെനറ്റിക്സ് എന്ന ഭാഗമാണ്. ഇതിൽ മെയിൻ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്ന് ജെനറ്റിക്സിന്റെ ഡെഫിനിഷൻ എന്താണെന്നും അതുപോലെ തന്നെ എന്തൊക്കെയാണ് ജെനറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്നും അതുപോലെ തന്നെ ജെനറ്റിക്സിന്റെ ഡിഫറെന്റ് സബ് ഡിവിഷൻസ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ആദ്യം നമുക്ക് എന്താണ് ജെനറ്റിക്സ് എന്ന് നോക്കാം. ഈ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ബയോളജിയുടെ ജീവശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് ജീൻസ് എന്താണെന്നും ഹെറിഡിറ്റി എന്താണെന്നും അതുപോലെ തന്നെ ജീവികളുടെ വ്യതിയാനം എന്താണെന്നാണ് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ജെനറ്റിക്സിന്റെ റോള് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ജെനറ്റിക്സിന് എന്തുണ്ട്, ഫിസിക്കലും ഒരു ഓർഗാനിസത്തിന്റെ ഫിസിക്കലും ഫിസിയോളജിക്കലും അതുപോലെ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്കും ഒക്കെ എന്തുണ്ട്, നിർണായകമായ റോള് ഈ ജെനറ്റിക്സിനുണ്ട്. അതായത് ഈ ഒരു ഓർഗാനിസത്തിന്റെ ശാരീരികമായും അതുപോലെ ഫിസിയോളജിക്കലും അതുപോലെ സ്വഭാവ സവിശേഷതകളൊക്കെ ഒരുപാട് റോൾസ് എന്തിനുണ്ട്, ഈ ജെനറ്റിക്സിനുണ്ട്. ഇനി നമ്മൾ ജെനറ്റിക്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ജെനറ്റിക്സിന് ഒരു ഓർഗാനിസത്തിന്റെ സ്വഭാവങ്ങളെ നിർണ്ണയിക്കുന്നതിൽ അതുപോലെ തന്നെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നതിൽ അതുപോലെ തന്നെ അതിന്റെ ബയോളജിക്കൽ ഫങ്ഷനിങ്ങിനെ നിയന്ത്രിക്കുന്നതിലൊക്കെ എന്ത് മേജർ റോളാണ് ഇതിനുള്ള ജെനറ്റിക്സിനുണ്ട്. നമുക്കറിയാം ഒരു ജീനിലുള്ള ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡിലെ മ്യൂട്ടേഷൻ വരെ എന്ത് ചെയ്യാം, ചിലപ്പം ഒരു ഓർഗാനിസത്തിനെ ഒരു മനുഷ്യനെ അതുപോലെ അവരുടെ ഫാമിലിയെ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അതൊക്കെ ഒരു ചരിത്രത്തിന്റെ ഒരുപാട് മാറ്റങ്ങൾക്ക് വരെ എന്ത് ചെയ്യാം അത് കാരണമാകാം. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളെ അലക്സിസ് ഹീമോഫീലിയ എന്ന അസുഖം ബാധിച്ച അലക്സിയുടെ ഹീമോഫീലിയ കേസിൽ സംഭവിച്ചിട്ടുള്ളതാണ്. ഒരു സിംഗിൾ മ്യൂട്ടേഷൻ ആണ് എന്തുള്ളത് ഇത്രമാത്രം ഫാമിലിയിലും അതുപോലെ തന്നെ അവരുടെ ലൈഫിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ജീൻസ് ആണ് എന്തെന്ന് ഒരു ഓർഗാനിസത്തിന്റെ സ്വഭാവത്തിലും അതുപോലെ തന്നെ അതിന്റെ ഹൈറ്റിലും വെയിറ്റിലും ഹെയറിന്റെ കളറിലും അതുപോലെ സ്കിന്നിന്റെ പിഗ്മെന്റേഷനിലും ഈവൻ നമ്മളെ ഒരു മനുഷ്യന് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകൾ നിർണ്ണയിക്കുന്നതില് അതുപോലെ ഇന്റലിജൻസില് അതുപോലെ തന്നെ ഒരാളുടെ പേഴ്സണാലിറ്റിയിലൊക്കെ നിർണായകമായി മാറുന്നത് ഈ ജീനുകളാണ്. അപ്പം ഇത്രമാത്രം ഒരു മനുഷ്യന്റെ ഒരു ജീവിയുടെ ഒരു ഓർഗാനിസത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ സൈഡിലും എന്തിന് റോളുണ്ട്, ജെനറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് അടുത്തായിട്ട് ഹ്യൂമൻ ലൈഫില് അതുപോലെ ഹെൽത്തിലൊക്കെ ജെനറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം പറഞ്ഞ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് ആണ്, അതായത് നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന സ്വഭാവങ്ങളെ കുറിച്ച് അതിലൊക്കെ എന്തുണ്ട് ജീൻസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതായത് നമ്മളെ പാരന്റ്സിന്റെ സ്വഭാവങ്ങൾ പലതും എന്ത് ചെയ്യും കുട്ടികളിലേക്ക് ഓഫ്സ്പ്രിംഗിലേക്ക് എന്ത് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യപ്പെടും. പിന്നെ രണ്ടാമത് വെച്ചാൽ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ആണ്, അതായത് ഓരോ വ്യക്തികളും തമ്മിലുള്ള വ്യതിയാനങ്ങളിൽ മെയിൻ ആയിട്ട് ഫാക്ടർ വരുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് ജെനറ്റിക്സിന്റെ ഇൻവോൾവ്മെന്റ്. പിന്നെ രണ്ടാമത്തെ ഡിസീസ് കണക്ഷൻ ആണ്. മെനി ഡിസീസ് പലതും ചിലതാണ് ജെനറ്റിക് ഡിസോർഡേഴ്സ് ആയിരിക്കും, ജെനറ്റിക് ഡിസീസ് ആയിരിക്കും, അതിലൊക്കെ എന്തുണ്ട് നമുക്ക് ജെനറ്റിക്സിന്റെ ഇൻവോൾവ്മെന്റ്. പിന്നെ അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ പോലുള്ള ഹണ്ടിങ്ടൺ ഡിസീസ് പോലുള്ള ആസ്മ പോലുള്ള ഡയബറ്റിക്സ് പോലുള്ള അതുപോലെ ഹൈപ്പർ ടെൻഷൻ, ഇതിലൊക്കെ എന്തുണ്ട് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഹെറിഡിറ്റിയുടെ കമ്പോണൻസ് ഉണ്ട്. അപ്പൊ അതിലെന്തുണ്ട് ജെനറ്റിക്സിന് ഇൻവോൾവ്മെന്റ്. പിന്നെ അടുത്ത പറയാൻ നമുക്ക് എന്താണ് മെഡിക്കൽ അഡ്വാൻസ് ആണ്. അപ്പൊ നമുക്കറിയാം ഡിസീസ് ഡയഗ്നോസിലൊക്കെ പല മെത്തേഡ്സും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ റീസെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസീസ് ഡയഗ്നോസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ മോളിക്യുലർ ജെനറ്റിക്സ് വെച്ചിട്ടുള്ള ഡയഗ്നോസിസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ ഓരോ വ്യക്തികൾക്കുള്ള ഇൻഡിവിജ്വൽ മെഡിസിൻ ഡെവലപ്മെന്റിലൊക്കെ എന്തുണ്ട് ജെനറ്റിക്സിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. അതുപോലെ ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫക്റ്റീവ് ആയുള്ള ജീനിനെ മാറ്റി അതിന് പകരം പുതിയൊരു ജീനിനെ വെക്കുന്ന പ്രോസസ്, അതായത് ആക്റ്റീവായ ജീനിനെ പ്ലേസ് ചെയ്യുന്ന പ്രോസസ്സാണ് ജീൻ തെറാപ്പി. ഇതിലൊക്കെ എന്തുണ്ട് നമ്മളെ ഈ ജെനറ്റിക്സിന് ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ചെയ്യാം ഹ്യൂമൻ ലൈഫിലെ ജെനറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ്. അതായത് ഒന്ന് ട്രേറ്റ്സിനെ പറ്റി പഠിക്കാനും അതുപോലെ ഡിസീസ് കണക്ഷനും അതുപോലെ തന്നെ മെഡിക്കൽ അഡ്വാൻസ്ഡ് ഡിസീസ് ഡയഗ്നോസിസും ട്രീറ്റ്മെന്റിലൊക്കെ എന്തുണ്ട് ഈ ജെനറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതാണ് ഹ്യൂമൻ ലൈഫിലുള്ള അതുപോലെ ഹെൽത്തിലൊക്കെ ജെനറ്റിക്സിന്റെ റോൾ എന്ന് പറയപ്പെടുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ അഗ്രികൾച്ചറിലുള്ള ജെനറ്റിക്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യന്മാര് പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ ആനിമൽസിനെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അപ്ലൈ ചെയ്തിരുന്ന ജെനറ്റിക്സിന്റെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഗ്രീൻ റവല്യൂഷന്റെ കേസിൽ ഹരിത വിപ്ലവത്തിന്റെ കേസിലൊക്കെ ശരിക്ക് ജെനറ്റിക് ഇംപ്രൂവ്മെന്റ്സ് ആണ് നടത്തിയിട്ടുള്ളത്. പ്ലാന്റ്സിന്റെ കേസിലെ ക്രോപ്സിന്റെ കേസിലൊക്കെ ജെനറ്റിക് ഇംപ്രൂവ്മെന്റ്സ് ആണ് എന്തെങ്കിലും നടത്തിയിട്ടുള്ളത്.
അപ്പൊ തന്നെ നമ്മൾ റീസെന്റ് ആയിട്ട് പറയുന്നത് മോഡേൺ ക്രോപ്സ് ഇംപ്രൂവ്മെന്റ്സിൽ ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഡെവലപ്മെന്റില്, അതുപോലെ തന്നെ ഉയർന്ന അളവിൽ നമുക്ക് ഈൽഡ് തരുന്ന പ്ലാന്റ്സിന്റെ ഡെവലപ്മെന്റില്, അതുപോലെ തന്നെ പെസ്റ്റ് റെസിസ്റ്റൻസിന്റെ കിട്ടുന്ന പ്ലാന്റ്സിന്റെ ഡെവലപ്മെന്റില്, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിന്റെ ഡെവലപ്മെന്റിലൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ജെനറ്റിക്സും അതുപോലെ തന്നെ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജികളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം വേൾഡിലുള്ള ഫുഡിന്റെ ഗ്ലോബൽ ഫുഡ് പ്രൊഡക്ഷന്റെ ഒക്കെ മേജർ പോർഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് നമ്മളെ ജെനറ്റിക്കലി എഞ്ചിനീയർ ആയിട്ടുള്ള ക്രോപ്സ് ആയിട്ടുള്ള കോൺസും അതുപോലെ തന്നെ സോയാബീൻസ് ഒക്കെ. ഇതൊക്കെ എന്താണ് ജെനറ്റിക്സിന്റെയും ജെനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ഒക്കെ എന്താണ് ഈ അഗ്രികൾച്ചറിലുള്ള ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ബയോടെക്നോളജിയിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലൊക്കെ ഈ ജെനറ്റിക് എഞ്ചിനീയറിംഗിന്റെ റോൾ എന്താണ് നോക്കാം, ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് പറയാം മെഡിക്കൽ പ്രൊഡക്ഷൻ ആണ്. മെഡിക്കൽ പ്രൊഡക്ഷൻ നമുക്ക് ജെനറ്റിക്കലി എഞ്ചിനീയർ ആയിട്ടുള്ള ബാക്ടീരിയകളും അതുപോലെ തന്നെ ഫഞ്ചയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മെഡിക്കലി വാല്യുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. സജസ് നമ്മൾ ഇൻസുലിൻ, ഗ്രോത്ത് ഹോർമോൺസ്, ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഫംഗസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിനപ്പുറം വേറെയും ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ എന്തുണ്ട്, മെഡിക്കലി ഇമ്പോർട്ടൻ്റ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷനിൽ പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് ജെനറ്റിക്കലി എഞ്ചിനീയറുള്ള മൈക്രോബ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓസ് എന്ത് ചെയ്യാം, മിനറൽസിനെ ഗനികളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, മിനറൽസിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരുപാട് ടോക്സിക് കെമിക്കൽസിനെ റിമൂവ് ചെയ്യുന്നതിന്റെ നമ്മൾക്ക് ജെനറ്റിക്കലി എഞ്ചിനീയർഡ് ബാക്ടീരിയകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതുപോലെ ബയോഫ്യൂവൽ സിന്തസിസ് എന്ത് ചെയ്യുന്നുണ്ട്, ജെനറ്റിക്കലി എഞ്ചിനീയർഡുള്ള ബാക്ടീരിയകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോബ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് പറയുന്ന കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ബയോടെക്നോളജി ഇൻഡസ്ട്രീസിൽ ജെനറ്റിക്കലി എഞ്ചിനീയർഡുള്ള ബാക്ടീരിയകളും അതുപോലെ ഫഞ്ചികളും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് പ്രൊഡക്ട്സും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സിന്തസിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മളെ ജെനറ്റിക്സിന്റെ ഒക്കെ ബയോടെക്നോളജിയിലും അതുപോലെ ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് ബയോളജിയിലും അതുപോലെ റിസർച്ചിലൊക്കെ ജെനറ്റിക്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം ജെനറ്റിക്സും അതുപോലെ തന്നെ ബയോളജിയും തമ്മിൽ എന്താണ്, ഇന്റർ കണക്റ്റഡ് കൺസെപ്റ്റ് ആണ്. കാരണം എല്ലാ ഓർഗാനിസത്തിലും ജെനറ്റിക് മെറ്റീരിയൽ ന്യൂക്ലിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ ഓർഗാനിസവും ഫോളോ ചെയ്യുന്ന എന്താണ്, സെയിം ജെനറ്റിക് കോഡ് ആണ്. അതുകൊണ്ട് എന്താണ് ഈ ജെനറ്റിക്സും അതുപോലെ തന്നെ ബയോളജി എന്താണ്, ഇന്റർ കണക്റ്റഡ് കൺസെപ്റ്റുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബയോളജിക്കലായുള്ള പല റിസർച്ച് ഏരിയകളും പല ഫീൽഡുകളും എന്താണ് ഈ ജെനറ്റിക്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ പറയാം, എവല്യൂഷന്റെ കേസ് ആണ്. എവല്യൂഷൻ എന്ന് പറയുന്നതാണ്, എവല്യൂഷൻ ഇസ് ബേസ്ഡ് ഓൺ ദി ജെനറ്റിക് ചേഞ്ചസ് ഓവർ ടൈം. അത് ഓരോ കാലങ്ങളായിട്ട് ജീൻസിലും ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യാം, എവല്യൂഷന് കാരണമായി മാറും. പിന്നെ രണ്ടാമത്തെ ഇത് പറയുന്നത് ഡെവലപ്മെന്റ് ബയോളജിയുടെ കേസിലാണെങ്കിൽ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും എന്ത് ചെയ്യണം, ഓരോ ജീൻസിന്റെ എക്സ്പ്രഷൻ വരണം. അപ്പൊ ആ ജീൻസിന്റെ എക്സ്പ്രഷൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം, ഓരോ ടിഷ്യൂവിന്റെയും അതുപോലെ തന്നെ ഓരോ ഓർഗൻസിലൊക്കെ എന്ത് ചെയ്യും, ഷേപ്പ് ചെയ്യുന്നതിന് ഈ ഓരോ ജീൻസിന്റെ എക്സ്പ്രഷൻ ആണ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയി വരും. അപ്പോൾ ഡെവലപ്മെന്റ് ബയോളജിയിലും ജീൻസിന് എന്തുണ്ട്, ജെനറ്റിക്സിന് എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ഡിസിപ്ലിനറിലെ ടാക്സോണമിയിൽ മോളിക്കുലർ ടാക്സോണമി എന്ന ഫീൽഡ് തന്നെ ഉണ്ട്. ഇതിൽ എന്ത് ചെയ്യാം, ആനിമൽ ക്ലാസിഫിക്കേഷനിലും പ്ലാന്റ് ക്ലാസിഫിക്കേഷനിലും ഓർഗാനിസം ക്ലാസിഫിക്കേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാക്സോണമിയിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ജെനറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെയൊക്കെ DNA ഉപയോഗിച്ചാൽ എന്ത് ചെയ്യുക, ആനിമൽസിനെ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ ഇക്കോളജിയിലുണ്ട്, അതുപോലെ ആനിമൽ ബിഹേവിയറിലുണ്ട് ഈ ജെനറ്റിക്സിന് ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം, ജെനറ്റിക്സിന് ഇമ്പോർട്ടൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിഹേവിയറിസ്റ്റ് ഓരോ ഓർഗാനിസത്തിന്റെ ഒക്കെ ബിഹേവിയർ സ്റ്റഡീസിലൊക്കെ എന്തുണ്ട്, ഈ ജെനറ്റിക്സിന് ഇമ്പോർട്ടൻസ്. അപ്പൊ ഇതാണ് എന്ത് ചെയ്യാം, നമ്മളെ ബയോളജിയിലും റിസർച്ചിലൊക്കെ എന്താണ് ജെനറ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഡിവിഷൻസ് ഓഫ് ജെനറ്റിക്സ് ആണ്. ജെനറ്റിക്സിന് മെയിൻ ആയിട്ട് 3 ഡിവിഷൻസ് ആണ്. ഒന്ന് ട്രാൻസ്മിഷൻ ജെനറ്റിക്സ്, 2 മോളിക്കുലർ ജെനറ്റിക്സ്, 3 പോപ്പുലേഷൻ ജെനറ്റിക്സ്. ഓക്കെ, ജെനറ്റിക്സിന് 3 ഡിവിഷൻസ് ആണുള്ളത്. ഒന്ന് ട്രാൻസ്മിഷൻ ജെനറ്റിക്സ്, 2 മോളിക്കുലർ ജെനറ്റിക്സ്, 3 പോപ്പുലേഷൻ ജെനറ്റിക്സ്. ഇനി ഓരോ ഡിവിഷനിലും എന്തെല്ലാം കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ജെനറ്റിക്സ് എന്താ നോക്കാം. ട്രാൻസ്മിഷൻ ജെനറ്റിക്സ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ ഹൗ ട്രേറ്റ്സ് ആൻഡ് ജീൻസ് ആർ പാസ്ഡ് ഫ്രം പാരന്റ്സ് ടു ഓഫ്സ്പ്രിംഗ്. എങ്ങനെയാണ് പാരന്റിന്റെ സ്വഭാവങ്ങളും അതുപോലെ തന്നെ ജീൻസ് ഒക്കെ പാരന്റ്സ് നിന്ന് ഓഫ്സ്പ്രിംഗിലേക്ക് എങ്ങനെയാണ് പാസ് ചെയ്യുന്നതൊക്കെ പഠിക്കുന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ട്രാൻസ്മിഷൻ ജെനറ്റിക്സിൽ പഠിക്കുന്നത്. ഈ ട്രാൻസ്മിഷൻ ജെനറ്റിക്സിൽ നമ്മൾ
ക്ലാസിക്കൽ ജെനറ്റിക്സും എന്നെന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ക്ലാസിക്കൽ ജെനറ്റിക്സ് എന്നും ഈ ട്രാൻസ്മിഷൻ ജെനറ്റിക്സിനെ വിളിക്കാറുണ്ട്. ഈ ട്രാൻസ്മിഷൻ ജെനറ്റിക്സിൽ നമ്മൾ കാര്യമായിട്ട് ഡീൽ ചെയ്യുന്നത് ഒന്ന് ക്രോമസോംസിനെ പറ്റി പഠിക്കാറുണ്ട്. ക്രോമസോം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമസോംസും അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ക്രോമസോംസിനെ പറ്റിയും അതുപോലെ തന്നെ ഹെറിഡിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഏതിലാണ്, ട്രാൻസ്മിഷൻ ജെനറ്റിക്സിലാണ്. അതുപോലെ തന്നെ ജീൻ മാപ്പിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്മിഷൻ ജെനറ്റിക്സിലായിരിക്കും. അതുപോലെ തന്നെ ക്രോമസോം സെഗ്രിഗേഷനെ കുറിച്ച് പഠിക്കുന്നത്, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതൊക്കെ എവിടെയാണ്, നമ്മൾ ട്രാൻസ്മിഷൻ ജെനറ്റിക്സ് ആണ്. ഓക്കെ, ട്രാൻസ്മിഷൻ ജെനറ്റിക്സിൽ എങ്ങനെയാണ് ഓരോ ട്രൈറ്റ്സും അതുപോലെ തന്നെ ജീൻസും പാരന്റ്സ് നിന്ന് ഓഫ്സ്പ്രിംഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, ട്രാൻസ്മിഷൻ നടത്തപ്പെടുന്നത് പഠിക്കുന്നതാണ് ട്രാൻസ്മിഷൻ ജെനറ്റിക്സ് ആണ്. ഇതിനെന്ത് വിളിക്കാറുണ്ട്, ക്ലാസിക്കൽ ജെനറ്റിക്സ് എന്നും കൂടെ എന്ത് ചെയ്യാറുണ്ട്, സാറിനെ വിളിക്കാറുണ്ട്. ജെനറ്റിക്സിന്റെ രണ്ടാമത്തെ ഡിവിഷനാണ് മോളിക്കുലാർ ജെനറ്റിക്സ് എന്നത്. രണ്ടാമത്തെ ഡിവിഷനാണ് മോളിക്കുലാർ ജെനറ്റിക്സ്. ഈ മോളിക്കുലാർ ജെനറ്റിക്സ് നമ്മൾ പേര് പറയുന്ന പോലെ തന്നെ മോളിക്കുലാർ ലോ സ്റ്റഡീസ് ആണ് ഉണ്ടായിരിക്കുക, എപ്പോഴും മോളിക്കുലാർ ജെനറ്റിക്സിൽ ഉണ്ടായിരിക്കുക. ഈ മോളിക്കുലാർ ജെനറ്റിക്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കെമിക്കൽ നേച്ചർ ഓഫ് DNA, സ്ട്രക്ചർ ഓഫ് DNA, ഫങ്ഷൻസ് ഓഫ് DNA, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ജീൻസ്, റെഗുലേഷൻ ഓഫ് ജീൻസ്, ഇതൊക്കെ എന്ത് ചെയ്യുക, ഈ മോളിക്കുലാർ ജെനറ്റിക്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ മോളിക്കുലാർ ജെനറ്റിക്സ് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്ന ഏരിയ വെച്ചാൽ നമ്മൾ അതിൽ പഠിക്കുന്ന ഭാഗങ്ങള് DNA സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്നത് എപ്പോഴും മോളിക്കുലാർ ജെനറ്റിക്സിലായിരിക്കും. DNA റെപ്ലിക്കേഷൻ പഠിക്കുന്നത് മോളിക്കുലാർ ജെനറ്റിക്സിലായിരിക്കും. അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഒക്കെ മോളിക്കുലാർ ജെനറ്റിക്സിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ജീൻ റെഗുലേഷൻ ആൻഡ് ജീൻ എക്സ്പ്രഷൻ സ്റ്റഡീസ് ഒക്കെ നടത്തുന്നത് മോളിക്കുലാർ ജെനറ്റിക്സിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹൗ ജെനറ്റിക് ഇൻഫർമേഷൻ ഇസ് സ്റ്റോർഡ്, എക്സ്പ്രസ് ആൻഡ് കൺട്രോൾ, ഇതാണ് എന്ത് ചെയ്യുക മോളിക്കുലാർ ജെനറ്റിക്സിൽ ഉണ്ടായിരിക്കുക. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ ജെനറ്റിക് ഇൻഫർമേഷൻ ഒരു സെല്ലിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യപ്പെട്ടുള്ളത്, അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഈ ജീൻ എക്സ്പ്രഷൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യപ്പെട്ടുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഡീൽ ചെയ്യുന്ന എന്തിനായിരിക്കും ഉണ്ടാവുക, മോളിക്കുലാർ ജെനറ്റിക്സിലായിരിക്കും ഉണ്ടായിരിക്കും. ജെനറ്റിക്സിന്റെ മൂന്നാമത്തെ ഡിവിഷനാണ് പോപ്പുലേഷൻ ജെനറ്റിക്സ് പറയുന്നത്. അതായത് ജെനറ്റിക്സിന്റെ മൂന്നാമത്തെ ഡിവിഷനാണ് പോപ്പുലേഷൻ ജെനറ്റിക്സ്. ഈ പോപ്പുലേഷൻ ജെനറ്റിക്സ് ദാറ്റ് സ്റ്റഡി ദ ജെനറ്റിക് കോമ്പോസിഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, ഒരു കൂട്ടം ഇൻഡിവിജ്വൽസിന്റെ, അതായത് ഒരു കൂട്ടം ഓർഗാനിസത്തിന്റെ ജെനറ്റിക് കോമ്പോസിഷൻ ആണ് എന്ത് ചെയ്യുക, ഇതിൽ പഠന വിധേയമാക്കുക. അതുപോലെ തന്നെ ഈ ജെനറ്റിക് കോമ്പോസിഷൻ കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഈ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ കൊണ്ട് ഇതിലുണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യും, പഠിക്കുന്ന എന്താണ്, പോപ്പുലേഷൻ ജെനറ്റിക്സിലാണ് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ പഠിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമിൻ ഹൗ ജീൻ ഫ്രീക്വൻസീസ് ചേഞ്ച് ഓവർ ടൈം ആൻഡ് സ്പേസ്, ഓരോ കാലത്തിനനുസരിച്ചും അതുപോലെ തന്നെ ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ സ്പേസിനനുസരിച്ചും ഈ ജെനറ്റിക് ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പഠിക്കുന്നതൊക്കെ പോപ്പുലേഷൻ ജെനറ്റിക്സ് ആണ്. ഈ പോപ്പുലേഷൻ ജെനറ്റിക്സ് ആണ് എവല്യൂഷണറി ബയോളജിയുടെ, പരിണാമശാസ്ത്രത്തിന്റെ ബേസ്, അടിസ്ഥാനം, ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, പോപ്പുലേഷൻ ജെനറ്റിക്സ് നമ്മൾ പഠിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ ജെനറ്റിക് കോമ്പോസിഷനും അതുപോലെ തന്നെ ഈ കോമ്പോസിഷനിൽ കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ ഭൂമിശാസ്ത്രപരമായ പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പഠിക്കുന്നത് പോപ്പുലേഷൻ ജെനറ്റിക്സിലാണ്. അതുപോലെ തന്നെ ജീൻസിന്റെ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് കാലക്രമേണയും അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ജീന്റെ ഫ്രീക്വൻസിയിലെ മാറ്റങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പോപ്പുലേഷൻ ജെനറ്റിക്സിൽ പഠിക്കുക. നേരത്തെ പറയുമ്പോൾ തന്നെ എവല്യൂഷണറി ബയോളജിയുടെ ഫണ്ടമെന്റൽ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, ഈ പോപ്പുലേഷൻ ജെനറ്റിക്സ്. ഓക്കെ, ഇതാണ് ജെനറ്റിക്സിന്റെ പല ഡിവിഷൻസ്, 3 ഡിവിഷൻസ് ഇതൊക്കെയാണ്. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ടു ജെനറ്റിക്സ് എന്ന ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കമന്റ് ബോക്സിൽ ചോദിക്കാം, ഞാനവിടെ എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസർ പറയാം. ഓക്കെ, താങ്ക് യു.